ഇനിയിപ്പം കാലാവസ്ഥ ഒന്ന് പരിശോധിച്ചാലേ സംസ്ഥാനത്ത് പലയിടത്തും മഴ നിൽക്കുന്നുണ്ടല്ലോ. മഴ നിൽക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ഇന്നും ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ ഈ 3 ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് നിലവിൽ. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും അതേപോലെ തന്നെ തീരദേശവാസികളും കനത്ത ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കൂടി വരുന്നുണ്ട്. സനിസ ശോഭാചന്ദ്രൻ നമുക്കൊപ്പം തത്സമയം ചേർന്നു തിരുവനന്തപുരത്ത് നിന്ന്. സനിസ, കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ നിർദ്ദേശങ്ങൾ എങ്ങനെയാണ്? സേതു, വരുന്ന 12 വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. 12-ന് ശേഷം മഴ ഗണ്യമായി കുറയും, കാലവർഷം ദുർബലപ്പെടാനുള്ള സാധ്യതയുള്ളതായിട്ട് മുന്നറിയിപ്പുണ്ട്. ഇന്ന് എന്തായാലും 3 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുള്ളത്. കൂടാതെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടും തുടരുന്ന ഒരു സാഹചര്യമാണ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ സംസ്ഥാനത്താകമാനം മഴ ഇന്നും തുടരും. കൂടാതെ തന്നെ മഴയ്ക്കൊപ്പം ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴയ്ക്കാണ് സാധ്യത. കൂടാതെ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നതിന്റെ സ്വാധീന ഫലമായിട്ടാണ് കാലവർഷം ഇതേപോലെ ശക്തമായി തുടർന്നു പോകുന്നത്. എന്തായാലും ഇന്ന് ഈ മഴയും കാറ്റും കനത്ത ഒരു സാഹചര്യത്തിൽ കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശവും വന്നിട്ടുണ്ട്. കടലാക്രമണത്തിനും അതുപോലെ തന്നെ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് രാത്രി 8:30 മുതൽ നാളെ രാത്രി 11:30 വരെ കേരള തീരത്ത് ആകെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും ഒന്നും കടലിലേക്ക് ഇറക്കാൻ പാടില്ല. കൂടാതെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അപകട സൂചന ലഭിച്ചാൽ അപ്പോൾ തന്നെ അധികൃതരെ അറിയിച്ച് മാറി താമസിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീരശോഷണത്തിനുള്ള സാഹചര്യമുണ്ട്, ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ലഭിക്കുന്നത്. കൂടാതെ ഈ മുന്നറിയിപ്പ്, ഈ കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം പിൻവലിക്കും വരെ വിനോദസഞ്ചാരപരമായിട്ട് ഈ ബീച്ചുകളിലേക്കൊന്നും പോകാൻ പാടില്ല എന്ന നിർദ്ദേശവും നിലവിൽ ലഭിക്കുന്നുണ്ട്. സേതു.